ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ നോർത്ത് ഇന്ത്യൻസിനൊക്കെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന നോർത്ത് ഇന്ത്യൻസ് അവർക്കൊക്കെ ഒരു ചെറിയ ഷോർട്സ് ആണെങ്കിൽ പോലും എന്ത് പെട്ടെന്നാണ് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുന്നതായാലും 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുന്നതായാലും അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അതിലവർ എന്ത് സീക്രട്സ് കാണിച്ചിട്ടാണ് അവർക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞ വീഡിയോസ് കൊണ്ട് കിട്ടുന്നതെന്ന് അറിയാവോ? ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ മലയാളികളാണ്. അപ്പൊ നമ്മൾ മലയാളത്തിലാണ് സംസാരിക്കുന്നത്, നമ്മുടെ വീഡിയോസും മലയാളത്തിലായിരിക്കും. പക്ഷേ ഫോറിനേഴ്സ്, നോർത്ത് ഇന്ത്യൻസ് ഇവരെയൊക്കെ സംബന്ധിച്ച് ഈ മലയാളികൾക്ക് ഒരുപാട് വ്യൂസ് ഒക്കെ ആയാലും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയാലും ഏൺ ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. പക്ഷേ അവരെ സംബന്ധിച്ച് അവർക്ക് പെട്ടെന്നാണ് ഇതൊക്കെ ഇൻക്രീസ് ചെയ്യുന്നതും അവർക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്നാണ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ഇതെന്ന് പറയുന്നത് വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് യൂട്യൂബ് തന്നിരിക്കുന്നത്. മാത്രമല്ല, എനിക്ക് ഏറ്റവും സ്പെഷ്യലും എനിക്ക് എന്താ പറയുക, എൻ്റെ ചാനലിലൊക്കെ ആയാലും ഞാനിത് എനേബിൾ ചെയ്ത് കൊടുത്തപ്പോൾ ഒരുപാട് മാറ്റവും സംഭവിച്ചു. സോ ഈ ടോപ്പിക് എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് കൂടി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ മലയാളത്തിൽ വീഡിയോസ് ചെയ്യുമ്പോൾ #ടാഗ് ഇടുമല്ലോ, ആഷ് മലയാളം അല്ലെങ്കിൽ ആഷ് ഇന്ത്യൻ, ആഷ് കേരള എന്നൊക്കെ പറഞ്ഞ് നമ്മൾ #ടാഗ് ഇടാറുണ്ട്. അത് ഇട്ടാലും ഇട്ടില്ലേലും നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയും ഒരു 90% മലയാളികളിലേക്ക് മാത്രമേ ഒതുങ്ങത്തുള്ളൂ. അതെന്താന്ന് ചോദിച്ചാൽ നമ്മൾ കുറച്ച് കാര്യങ്ങളിൽ എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ക്രോമിൽ പോയിട്ട് നമ്മുടെ യൂട്യൂബിന്റെ സെറ്റിംഗ്സിൽ. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, നമ്മൾ മലയാളത്തിലല്ല സംസാരിക്കുന്നത്, അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവരായാലും മലയാളികളാണെങ്കിലും അത് മലയാളത്തിലായതുകൊണ്ടല്ലേ അവർക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ നമ്മുടെ വീഡിയോസ് നോർത്ത് ഇന്ത്യൻസോ അല്ലെങ്കിൽ ഫോറിനേഴ്സോ കാണുവാണെങ്കിൽ അവർക്ക് മനസ്സിലാകണമെന്നുണ്ടോ? പിന്നെ എങ്ങനെയാണ് നമ്മുടെ വീഡിയോസ് അവരിലേക്കും എത്തുന്നത്? അതിനൊരു കാര്യമുണ്ട്. മറ്റുള്ളവർ കാണുമ്പോൾ, അതായത് ഫോറിനേഴ്സ് ആയാലും നോർത്ത് ഇന്ത്യൻസ് ആയാലും കാണുമ്പോൾ അവർക്ക് അവരുടെ ഭാഷയിൽ അവർ കണ്ടാൽ പോരാ നമ്മുടെ വീഡിയോ. സോ ഗൈസ്, ഞാൻ ഈ പറയുന്ന സെറ്റിംഗ്സ് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുത്താൽ എല്ലാ ഭാഷക്കാർക്കും നമ്മുടെ വീഡിയോസ് കാണാനും അതുപോലെ മനസ്സിലാക്കാനും സാധിക്കും. ഇതിനായിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് പല ഭാഷകൾ പറയണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാ ഭാഷയിലും നമ്മുടെ വീഡിയോ എത്താനുള്ള ഒരു സ്പെഷ്യൽ ടിപ്പ് യൂട്യൂബ് ഒരു സെറ്റിംഗ്സിലൂടെ നമുക്ക് എനേബിൾ ആക്കി വെച്ചിട്ടുണ്ട്. അതെന്താന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഓട്ടോ ഡബിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്യുന്നത് വഴി ഇപ്പോൾ നമ്മുടെ ചാനൽ ചെറുതായിട്ടൊക്കെ ഒന്ന് റീച്ചായിട്ട് വരുവാണ്. അതല്ല എങ്കിൽ ഒട്ടും റീച്ചല്ലാത്തൊരു ചാനലാണെങ്കിൽ നമ്മൾ ഈ ഓട്ടോ ഡബിങ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മലയാളികൾ എത്രത്തോളം നമ്മുടെ വീഡിയോസ് കാണുന്നു അതനുസരിച്ച് ഫോറിനേഴ്സ് ആയാലും നോർത്ത് ഇന്ത്യൻസ് ആയാലും നമ്മുടെ വീഡിയോ കാണുകയും നമ്മൾ ഈ ഓട്ടോ ഡബിങ് ചെയ്യുന്നത് വഴി നമ്മൾ പറയുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുകയും ചെയ്യുന്നു. അതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ക്രോം എടുക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ ക്രോമിൽ കയറിയിട്ട് യൂട്യൂബിന്റെ ക്രിയേറ്റീവ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. അതിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് താഴെയായിട്ട് ഒരു സെറ്റിംഗ്സ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കാണുമല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ സെറ്റിംഗ്സിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. ജനറൽ, ചാനല്, അപ്ലോഡ്, ഡീഫോൾട്ട് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബേസിക് ഇൻഫോ വരുന്നുണ്ട്, അതുപോലെ തന്നെ അഡ്വാൻസ് സെറ്റിംഗ് വരുന്നുണ്ട്, പിന്നെ മോണിറ്റൈസേഷൻ വരുന്നുണ്ട്. അതിൽ നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് ആണ്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക് ഡബിങ് എന്നും പറഞ്ഞൊരു സെക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതെന്ന് പറയുന്നത് അവിടെ പ്രത്യേകം എഴുതി കാണിക്കുന്നുണ്ട്. നമ്മളിത് എനേബിൾ ആക്കി കഴിയുമ്പോൾ നമുക്ക് പിന്നീട് വരുന്ന, അതായത് ഇനി നമ്മൾ ഇടാൻ പോകുന്ന എല്ലാ വീഡിയോസും ഓട്ടോമാറ്റിക് ഡബിങ്ങിന്റെ ഓപ്ഷൻ കൂടി എനേബിൾ ആയി കിട്ടുന്നു. അപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ആയാൽ കൂടിയും ഫോറിനേഴ്സ് ആയാൽ കൂടിയും ഇപ്പോൾ നമ്മുടെ മലയാളികളുടെ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ തന്നെ ആ സെറ്റിംഗ്സ് മാറ്റിയിട്ട് അവർക്ക് ഡബിങ്ങിന്റെ ഓപ്ഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസിൽ നമ്മൾ പറയുന്നത് പല പല ലാംഗ്വേജിൽ അവർക്ക് കേൾക്കാൻ സാധിക്കും. പിന്നെ ലേൺ മോർ എന്ന് പറഞ്ഞ ഓപ്ഷന് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ പ്രത്യേകം പറയുന്നുണ്ട് അലോ ഓട്ടോമാറ്റിക് ഡബിങ്, അല്ല എങ്കിൽ മാനുവലി നമുക്ക് റിവ്യൂ ചെയ്തതിന് ശേഷം മാത്രം ഡബ് ചെയ്യാന്ന്. നമുക്ക് വേണമെങ്കിൽ നമ്മളൊരു ആദ്യമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മാനുവലി നമ്മൾ കേട്ടതിന് ശേഷം മാത്രം ഓട്ടോമാറ്റിക് കൊടുക്കുക. അതായിരിക്കും നല്ലത്. കാരണം ഇങ്ങനെയൊക്കെയാണ് അതിന്റെ വ്യത്യാസം വരുന്നത് നമുക്ക് അറിയാൻ സാധിക്കുമല്ലോ. മാത്രമല്ല, നമ്മൾ മാനുവലി ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാ ലാംഗ്വേജിലും ഇതുപോലെ റിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ എക്സ്പെരിമെന്റ് ലാംഗ്വേജ് ഉള്ളിന്നും കാണിച്ചിട്ടുണ്ട്. നമുക്ക് അതിൽ ഏത് വേണമെന്ന് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം. പിന്നെ അവർ ഇതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എക്സ്പെരിമെന്റൽ ലാംഗ്വേജ് ആണെങ്കിൽ ചെറുതായിട്ട് എററൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് ജസ്റ്റ് കേട്ടതിന് ശേഷം മാത്രം ഓട്ടോമാറ്റിക് ഇട്ടാൽ മതി എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, അതിലും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ റിവ്യൂ ഓൾ ലാംഗ്വേജിൽ തന്നെ സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ.
അപ്പോൾ ഗൈസ്, നമ്മൾ ഇനി കൊണ്ടിരുന്ന എല്ലാ വീഡിയോസിലും ഓട്ടോമാറ്റിക് ഡബ്ബിങ് എനേബിൾ ആക്കി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വ്യത്യാസം മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു ടോപ്പിക്കായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഇത് എനേബിൾ ആയിട്ട് കിട്ടിയിട്ടുള്ള എല്ലാവരും നിങ്ങളുടെ ചാനലിൽ അപ്ഡേറ്റ് വരുത്തുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.